അധ്യായം 92 അല്ലയിൽ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 21. അധ്യായത്തിലെ ആദ്യ വാക്കു തന്നെയാണ് ശീർഷകം. രാത്രി എന്നർത്ഥം. തൊട്ടുമുമ്പുള്ള അധ്യായത്തോട് ചേർന്ന് അവതരിച്ചു. നന്മ തിന്മകൾക്കിടയിലെ വ്യത്യാസം ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. തുടർന്ന് സന്മാർഗിയായ ഉദാരശീലന്റെയും ദുർമാർഗിയായ പിശുക്കന്റെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയിക്കുന്നു. വീണ്ടും മറ്റൊരു ശൈലിയിൽ സുകർമ്മിയുടെയും ദുഷ്കർമ്മിയുടെയും പരിണതി വിശദീകരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാത്രി സാക്ഷി, അത് പ്രപഞ്ചത്തെ മൂടുമ്പോൾ. പകൽ സാക്ഷി, അത് തെളിയുമ്പോൾ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് സാക്ഷി. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം പലവിധമാണ്. അതിനാൽ ആർ ദാനം നൽകുകയും ഭക്തനാവുകയും അത്യുത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ, അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് വഴിയൊരുക്കിക്കൊടുക്കും. എന്നാൽ ആർ പിശുക്കു കാണിക്കുകയും സ്വയം പൂർണ്ണത നടിക്കുകയും അത്യുത്തമമായതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നുവോ, അവനെ നാം ഏറ്റവും ക്ലേശകരമായതിൽ കൊണ്ടെത്തിക്കും. അവൻ നാശത്തിനിരയാകുമ്പോൾ അവന്റെ ധനം അവന് ഉപകരിക്കുകയില്ല. സംശയമില്ല, നാമാണ് നേർവഴി കാണിച്ചു തരേണ്ടത്. തീർച്ചയായും നമുക്കുള്ളതാണ് പരലോകവും ഈ ലോകവും. അതിനാൽ കത്തിയെരിയും നരകത്തീയിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പരമനിർഭാഗ്യവാനല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. സത്യത്തെ തള്ളിക്കളഞ്ഞവനും അതിൽ നിന്ന് പിന്മാറിയവനുമാണവൻ. പരമഭക്തൻ അതിൽ നിന്ന് അകറ്റപ്പെടും. ധനം വ്യയം ചെയ്ത് വിശുദ്ധി വരിക്കുന്നവനാണവൻ. അവൻ ആർക്കെങ്കിലും ഔദാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യുപകാരം പ്രതീക്ഷിച്ചായിരിക്കില്ല, അത്യുന്നതനായ തന്റെ നാഥന്റെ പ്രീതിയെ സംബന്ധിച്ച പ്രതീക്ഷയല്ലാതെ. വഴിയെ അയാൾ സംതൃപ്തനാകും തീർച്ച.